ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ കുറച്ചായാലും പുഡിങ്സൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാനിന്ന് 2 കിഡിലനായിട്ടുള്ള ഡെസേർട്ട് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാവർക്കും പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടും പറ്റും. നമ്മൾ പാർട്ടിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒരു ഹെഡിങ്ങിൽ കമൻറ്റ് ചെയ്യട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമൊക്കെ കഴിക്കുന്നില്ലേ, ആ ഒരു പുഡിങ്ങിൻ്റെയൊക്കെ അതേ ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ അത്രയും എന്താ പറയുക ചിലവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കുന്ന രീതിയിലൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു 2 ഐറ്റം റെഡിയാക്കണമെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോൾ മിൽക്ക് മെയ്ഡിൻ്റെ വീഡിയോ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്നത് അതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് പഞ്ചസാര, 1 കപ്പ് പാൽപ്പൊടി, അതുപോലെ ഒരു 50 ഗ്രാം വേണ്ട, അതിൽ കുറച്ച് കുറവ്, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ നിറച്ച് ബട്ടർ എടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം എടുക്കുക. തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മിൽക്ക് മെയ്ഡ് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. വെള്ളം നിങ്ങൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ആദ്യം 1/4 കപ്പ് ഒഴിച്ചിട്ട് നോക്കിയിട്ട് തിക്നെസ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചും കൂടി കട്ടിയായിക്കോളും. ഫസ്റ്റ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് വേണം കേട്ടോ ബാക്കിയൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ ബൂസ്റ്റ് എടുക്കുക. പിന്നെ നമ്മളിത് റെഡിയാക്കി വെച്ച മിൽക്ക് മെയ്ഡ് ഇതേ കണ്ടില്ല, കുറച്ചുകൂടി കട്ടിയായിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതിന്. ഇനി ഇതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഈ ഒരു കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പക്ഷേ പുഡിങ്ങിന് എന്തായാലും നല്ല മധുരം ഉണ്ടായാലാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. മധുരം കുറഞ്ഞു കഴിഞ്ഞാൽ ഞാനെപ്പോഴും പറയുന്നതാണ്, അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളെടുത്തിട്ട് ഇതിലോട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം ഉള്ളതുകൊണ്ട് ഞാനത് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. കൂടുതൽ അങ്ങനെ സ്റ്റിഫായിട്ടൊന്നും വേണ്ട. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കുറച്ച് കട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അത് കുറച്ചൊന്ന് മെൽട്ടായിക്കോളും എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ. ഇനി ആ ഒരു വിപ്പിംഗ് ക്രീമിലോട്ട് വീണ്ടും നമുക്ക് കുറച്ചുകൂടി കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം, മധുരത്തിന് ആവശ്യമായിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് ഉള്ളതാണെങ്കിൽ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ ഇതിപ്പോൾ മധുരമുള്ളത് തന്നെയാണ് ഫിയോണൻ്റെ, പക്ഷേ ഞാൻ അതിൽ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് തണുത്ത് കഴിയുമ്പോൾ എന്തായാലും ഒന്ന് മധുരം കുറയും കേട്ടോ. ഇനി ഇതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ ബൂസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഈ ഒരു ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ, എന്നാലാണ് ആ ഒരു പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ ക്രീമിനൊക്കെ ബൂസ്റ്റ് ഇപ്പോൾ എന്താ പറയുക ചെറിയ സാഷയിലൊക്കെ കിട്ടുന്നില്ല, ഒരു 5 രൂപേൻ്റെ 10 രൂപേൻ്റെ ഒക്കെ ഒരു ചെറിയ പാക്കറ്റൊക്കെ കിട്ടുന്നില്ലേ, അത് വാങ്ങിച്ചാൽ മതി കേട്ടോ. ഒരു 3-4 പാക്കറ്റ് വാങ്ങിച്ചാൽ മതി. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 1/2 കപ്പോളം ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടി പിന്നെയും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ചിട്ട് വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഇനി എല്ലാം കൂടി ഒരു പുഡിംഗ് ട്രേയിലോട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള പുഡിംഗ് ട്രേ എടുത്തിട്ട് ഇതിൽ ഈ ഒരു അളവൊക്കെ നിങ്ങളുടെ എത്രത്തോളം ഉണ്ടാക്കുന്ന അതിനനുസരിച്ചിട്ട് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു പുഡിംഗ് ട്രേനനുസരിച്ചിട്ട് നമുക്ക് എത്രത്തോളം ബ്രെഡ് വേണം അത് ആ ഒരു ബ്രെഡ് എടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഒരു കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്, ചിലപ്പോൾ അത് പോരാണ്ട് വരും. അപ്പോൾ അതിൽ വേറെ കുറച്ചും കൂടി എടുക്കുക. അങ്ങനെയൊക്കെ നിങ്ങളെ പുഡിംഗ് ട്രേന് അനുസരിച്ചിട്ട് എടുക്കുക. ഇനി ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിൽ എല്ലാ ഭാഗത്തും ഒന്ന് ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ റെഡിയാക്കിയ ബൂസ്റ്റിൻ്റെ മിക്സിലെ പാലൊക്കെ കൂടിയിട്ട് ഫസ്റ്റ് റെഡിയാക്കിയ അതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ റെഡിയാക്കിയ ആ ഒരു ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാ ഭാഗത്തും ആ ക്രീമും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാൻ ഇഷ്ടം, നട്ട്സോ ചോക്ലേറ്റോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കട്ടോ. കാരമൽ ചെയ്തിട്ട് നമ്മൾ നട്ട്സൊക്കെ ഇടൂലേ, അങ്ങനെ ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ പക്ഷേ ഇതിന് മുകളിൽ കുറച്ച് ചോക്കോ ചിപ്സില്ലേ, അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതാകുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് ചോക്കോ ചിപ്സൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ നേരത്തെ റെഡിയാക്കിയ പോലെ ബ്രെഡ് ആ ഒരു പാലിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. നല്ലപോലെ സോക്കാവുന്ന രീതിയിൽ തന്നെ ഈ ഒരു ബ്രെഡ് ആ പാലിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു പാലിനൊക്കെ ആ ഒരു കണ്ടൻസ് മിൽക്കിൻ്റെ ടേസ്റ്റ് ആ ഒരു കുറച്ച് മധുരം നല്ലപോലെ ഉണ്ടെങ്കിലാണ് ഈ ഒരു പുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇനി വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ആ ഒരു ക്രീം വീണ്ടും ഒന്ന് ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് നിങ്ങൾക്ക് വലിയ ബൗളിലൊക്കെ ആണെങ്കിൽ ഒന്ന് രണ്ട് എക്സ്ട്രാ ലെയറൊക്കെ ചെയ്യാട്ടോ. അതുപോലെ ചെറിയ പുഡിംഗ് ട്രേ ആണെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ക്രീം ചിലപ്പോൾ ഇത്രയൊന്നും വേണ്ടി വരില്ലായിരിക്കും, അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പമല്ല, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. വേഗം റെഡിയാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. ഇനി നമുക്ക് മറ്റൊരു ഡെസേർട്ട് നോക്കിയാലോ. അത് അലിയാണ് കേട്ടോ, നമ്മുടെ എന്താ പറയുക ഈജിപ്ഷ്യൻ ഡെസേർട്ടാണ് ഇത്. തണുപ്പിച്ചിട്ട് കഴിക്കുന്നതല്ല കേട്ടോ, ഇത് കുറച്ച് ചൂടോട് കൂടി തന്നെ കഴിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഏതിലാണോ നമ്മൾ ചൂടാക്കാൻ വെക്കേണ്ടത് ആ ഒരു പാനിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് ഒരു 1/2 കപ്പോ 1/4 കപ്പോ നിങ്ങൾക്ക് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കട്ടോ. ഞാൻ ഈ ഒരു ഡെസേർട്ടിന് ഈ ഒരു പാക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഇനി അത് ചേർത്തെടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ചേർത്തിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക, അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പഞ്ചസാര ചേർത്തിട്ടില്ല, ഈ ഒരു കണ്ടൻസ് മിൽക്ക് മാത്രമേ ചേർത്തിട്ടുള്ളൂ മധുരത്തിന് ആവശ്യമായിട്ട്. അപ്പം എന്തായാലും നല്ല മധുരം വേണം കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ നിറച്ചെണ്ണ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർത്ത് കൊടുത്തോ കേട്ടോ. അതും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതാണ് മെയിനായിട്ട് ചേർക്കേണ്ടത്. ഞാൻ ചേർത്തിട്ടില്ല, ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ചേർത്തിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഏലക്ക പൗഡർ ചേർത്ത് കഴിഞ്ഞാലാണ് ആ ഒരു കറക്റ്റ് ഫ്ലേവർ ഇട്ടു. അപ്പോൾ നിങ്ങൾ എന്തായാലും 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തോ. ഇനി നമുക്ക് ഈ ഒരു ഐറ്റമാണ് ഇട്ടാൽ വേണ്ടത്. നമ്മുടെ പഫ്സിൻ്റെ ഒക്കെ ആ ഒരു മേലത്തെ ക്രിസ്പായിട്ടുള്ള ഒരു ഐറ്റില്ലേ, എന്താ പറയുക, മസാല ഇല്ലാണ്ട് അങ്ങനെ ഇത് നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുന്നില്ല. നിങ്ങളുടെ കയ്യിൽ പഫ്സിൻ്റെ ഷീറ്റ് ഉണ്ടെങ്കിൽ അത് ഓവനിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതിയേ. ഇത് മധുരമോ ഇതൊന്നും ഇല്ലാത്ത പ്ലെയിനായിട്ടുള്ള ഒരു ഐറ്റമാണ്. കാരി എന്ന് പറയും, നിങ്ങൾക്ക് അറിയണ്ടാവുമായിരിക്കും. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ പഫ്സ് ഷീറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഓവനിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്താലും മതി. കുറച്ച് സമയം ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടുമല്ലോ. ഇനി ഇതിലോട്ട് പൊടിച്ചിട്ട് കൊടുക്കുക. ഇത് സിമ്പിളാണ് കേട്ടോ, പ്രത്യേകിച്ചിട്ട് വലിയ പണിയൊന്നുമില്ല. എന്നിട്ട് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് ഇങ്ങനെ പൊടിച്ചിട്ടിട്ട് ഇട്ട് കൊടുക്കുക, നമ്മൾ ഏതിലാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ട്രേയിൽ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാലില്ലേ, പാലും ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കൊക്കെ, അത് ഇതിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിന് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ബേസായിട്ട് ചേർത്ത് കൊടുത്ത ഈ ഒരു ഐറ്റം അങ്ങനെ കൂടുതൽ വേണ്ട കേട്ടോ, ഒരു 4-5-6 അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ആവശ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിളാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഒന്നും ഞാൻ പറയൂല. ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, അത്രയേ ഉള്ളൂ. നമ്മുടെ ആ ഒരു പാലും എന്താ പറയുക ഫ്രഷ് ക്രീമൊക്കെ അല്ലേ, അപ്പോൾ പ്രത്യേകിച്ചിട്ട് പിന്നെ ഈ ഒരു കാരിൻ്റെ ആ ഒരു ടേസ്റ്റ് അതിൽ വരുമ്പം എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. ചൂടോട് കൂടി കഴിക്കുക. നമ്മളിതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ആ ഒരു കുതിർന്ന് അത്രയ്ക്ക് രസമില്ല കേട്ടോ. ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചൂടോട് കൂടി തന്നെ കഴിക്കുമ്പോൾ ടേസ്റ്റ്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ആക്കിയിട്ട് ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് നമുക്ക് എയർ ഫ്രയറിൽ പെട്ടെന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരു 180 ഡിഗ്രിയിൽ 20 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. പക്ഷേ എൻ്റെ എയർ ഫ്രയറിൽ വെച്ച് നോക്കുമ്പം എൻ്റെ പുഡിംഗ് ട്രേ കുറച്ച് വലുതായിപ്പോയി, അതുകൊണ്ട് ഞാൻ ഓവനിലേക്ക് മാറ്റുകയാണ്. അപ്പം ഇതിലങ്ങനെ തന്നെ ഒരു 180 ഡിഗ്രിയിലൊക്കെ ഒരു 20-25 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ എന്താ പറയുക ഉമ്മലി ഇവിടെ റെഡിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല രസമുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇഷ്ടമാവുമോ എന്നറിയില്ല, പക്ഷേ കുഴപ്പമില്ല, നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ആദ്യത്തെ ആ ഒരു പുഡിങ് എന്തായാലും സ്പാനിഷ് ഡിലൈറ്റ് പുഡിങ് ഇല്ല, അത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ബൂസ്റ്റിൻ്റെ ഒക്കെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് അത്രയും ഇഷ്ടമാവും. അപ്പോൾ സിമ്പിളും അല്ലേ. ഈ ഒരു ഐറ്റം ഞാൻ ഇൻസ്റ്റാറിയിൽ കുറേ ആയിട്ട് കാണുന്നത്. അങ്ങനെ എന്തായാലും ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിച്ചിട്ടും കുറേ ആയി. അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. ഇങ്ങനെ കഴിക്കാൻ നല്ലുണ്ട്, പക്ഷേ നമ്മൾ ബാക്കിയൊക്കെ വന്നാൽ ഫ്രിഡ്ജിൽ വെക്കൂലേ, ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞപ്പം അത് അത്രയ്ക്ക് രസമില്ല കേട്ടോ കുതിർന്നിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതിരിക്കും ബൈ.